കൽക്കട്ട ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ഇന്ത്യക്കുള്ളിലുള്ള പള്ളികളിൽ നോക്കിയാൽ എല്ലാം കൂടെ ഒരു 1500 ഫാമിലിയുള്ളൂ മാക്സിമം, അതിൽ കൂടുതലില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് ഇന്ത്യക്ക് വെളിയിൽ കുവൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ സഭ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടായ്മയാണല്ലോ സഭ. അപ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കൽക്കട്ട ഭദ്രാസനത്തിലെ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ പേര് ഇന്ത്യക്ക് പുറത്ത് കുവൈറ്റിലാകുമ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ശക്തി അവിടെയാണ് കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുവൈറ്റിലുള്ളവരും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നതുമായ ആൾക്കാരുടെ സംഗമം അതിനൊരു തലത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ കൽക്കട്ട ഭദ്രാസനം ഒരു മിഷൻ ഡയസിസ് എന്നാണ് അറിയപ്പെടുന്നത്. മിഷൻ ഡയസിസ് അത് തേവദോസ്യൂസ് തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ തുടക്കക്കാരനായ തേവദോസ്യൂസ് തിരുമേനി ആ രീതിയിലാണ് അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭദ്രാസനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങളിൽ ഈ മിഷൻ സ്ട്രാറ്റജി പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇന്നത്തെ പശ്ചാത്തലത്തിൽ എത്രമാത്രം സാധ്യമാകും എന്ന് എല്ലാവരും സംശയിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ മാസമാണ് ദുർഗിൽ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ പേരിൽ ക്രിമിനൽ കുറ്റം ആരോപിക്കുകയും അവരെ NIA-യുടെ അണ്ടറിൽ വരത്തക്കവണ്ണമുള്ള ചാർജുകൾ തയ്യാറാക്കി. ഞാൻ ആ സിസ്റ്റേഴ്സിനെ പോയി കണ്ടായിരുന്നു. സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ ഇവിടെ നാട്ടിൽ ഞാൻ ആ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ നാട്ടിലാണ്. അപ്പോൾ ഞാൻ ആ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയിരുന്നു. പേരൻസിനെ കണ്ടു. ഞാൻ ബിലായി ചെന്ന് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റേഴ്സിനെ കാണാൻ പോയിരുന്നു. അവർ രണ്ടുപേരും 2 ഹോസ്പിറ്റലിൻ്റെ ചുമതലക്കാർ. 2 കത്തോലിക്ക പള്ളിയിലുള്ള വളരെ സാധുക്കളായ 2 പേരെ അവിടെ ജോലിക്ക് ആ പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞ് നിർദ്ദേശിച്ചു വിട്ടതനുസരിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് കയറ്റി വിട്ടു. ദുർഗിൽ വന്നവരെ പ്രായപൂർത്തിയായവരാ, വർഷങ്ങളായിട്ട് ജനറേഷനായിട്ട് കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടിരിക്കുന്നവരോ. പക്ഷെ പേര് എന്നൊക്കെ അറിയാമല്ലോ, ഈ അവിടെയുള്ള പേരുകളൊക്കെ സാധാരണ പേരുകളാണ്, ക്രിസ്ത്യൻ നെയിമായിരിക്കത്തില്ല. റെക്കോർഡിലൊക്കെ അവർ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധവുമില്ല. അപ്പം അതിൻ്റെ പേരിൽ മതം മാറ്റം എന്ന ആരോപണം നടത്തി കൊണ്ടുപോയ പശ്ചാത്തലമാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അവിടുത്തെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇതേപോലെയുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. അത് ക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇന്നുവരെയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ്. ആ വെല്ലുവിളികളെ ഏറ്റെടുത്ത് അന്നത്തെ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് നമുക്ക് ഇട്ടുകളഞ്ഞിട്ട് പോരാൻ സാധിക്കുന്ന കാര്യവുമല്ലല്ലോ. അപ്പം അത് ആ ശുശ്രൂഷ പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ആ ഭദ്രാസനത്തെയും അതിൻ്റെ ശുശ്രൂഷകളെയും ഒക്കെ
പ്രത്യേകമായിട്ട് തെവോദോസ്യൂസ് തിരുമേനി വേർതിരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണ് നാഗ്പൂർ സെമിനാരി ഉണ്ടായത്. സെമിനാരി ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യമുള്ള വൈദികരുണ്ടാകണം എന്നുള്ളത്, ഹിന്ദി ഭാഷയിൽ നമ്മുടെ ആരാധനകൾ ഉണ്ടാകണം എന്നുള്ളത്, കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്നോ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥമായി പങ്കാളികളാകാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത്, ഇതെല്ലാം വിഭാവന ചെയ്ത് ഒരു പ്രവർത്തന ശൈലി അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ മിഷൻ സെൻ്റർ ഇവിടെ തുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള താല്പര്യമുള്ളവരെ, നോർത്ത് ഇന്ത്യൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഇവിടെ താമസിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സായിട്ടുള്ളവരെ ഇങ്ങനെ താമസിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബുവച്ചൻ, ഏബ്രഹാം അച്ഛൻ, ഇതിന് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തെവോദോസ് തിരുമേനി സ്ഥലമൊക്കെ വാങ്ങിച്ചതിന് തുടക്കം കുറിച്ചെങ്കിലും തിരുമേനി പെട്ടെന്ന് കടന്നുപോയതുകൊണ്ട് അത് സാധിച്ചില്ല. എന്നാൽ ഏബ്രഹാം അച്ഛൻ നിന്ന് ഇതിന് ഈ ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളുമൊക്കെ രൂപപ്പെടുത്തി ആ രീതിയിൽ ഇതിന് ശ്രമം നൽകിയെങ്കിലും കേരളത്തിൽ നിന്ന് ഒരാളെപ്പോലും നോർത്ത് ഇന്ത്യയിലേക്ക് കിട്ടാത്ത ഒരു സാഹചര്യമായി മാറി. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നു. എങ്കിലും ഉദ്ദേശിച്ച കാര്യം തെവോദോസ്യൂസ് തിരുമേനി ഉദ്ദേശിച്ച പർപ്പസ് ഈ മിഷൻ സെൻ്റർ കൊണ്ട് നടക്കുന്നില്ലെങ്കിലും സഭയുടെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കൈത്തായങ്ങളായി മാറാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിന് സാധിക്കണം എന്നുള്ളത് നമ്മൾ വിഭാവന ചെയ്യുന്ന സംഗതിയാണ്. തെവോദോസ്യൂസ് തിരുമേനി ജീവിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ 2 100 വയസ്സ് തികയുമായിരുന്നു. 100 വയസ്സ് കംപ്ലീറ്റ് ആകുമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 2 ബർത്ത് സെൻറ്റിനറി ഇയർ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പ്രധാനമായിട്ടും ചില പ്രോജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഒന്ന്, ഉത്തരഭാരതത്തിലെ നോർത്ത് ഇന്ത്യയിലെ മലങ്കര സഭയുടെ അതിപുരാതനമായ മിഷൻ പ്രസ്ഥാനമായ മക്കുടിയ മിഷൻ ഒരു കാലഘട്ടത്തിൽ 100 വില്ലേജുകളിൽ, മക്കോടിയയും പരിസരത്തുമുള്ള 100 വില്ലേജുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. കാസായുടെയൊക്കെ സഹകരണത്തോടുകൂടി 100 വില്ലേജുകളിൽ. ഇന്ന് വില്ലേജുകളുടെ സ്വഭാവം മാറി, പഴയ പോലെയുള്ള ആവശ്യങ്ങളുണ്ടാകുന്നില്ല. വില്ലേജുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പരിമിതികളുണ്ടായി. അതുകൊണ്ട് പഴയ പോലുള്ള, അല്ലെങ്കിൽ അത് മക്കോടിയ മിഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് പ്രസക്തി നഷ്ടപ്പെട്ടെങ്കിലും മക്കോടിയ മിഷൻ സെൻ്റർ വളരെ പ്രസക്തമായ ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നു. അവിടെ തെവോദോസ്യൂസ് തിരുമേനി ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ചാപ്പൽ പണിയാൻ ആഗ്രഹിച്ചു. ആ ചാപ്പൽ പണി നടന്നില്ല. അദ്ദേഹം ഒരു കല്ല് വാഴ്ത്തി വെച്ചിരുന്നത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. തെവോദോസ് തിരുമേനി വാഴ്ത്തി വെച്ച കല്ല് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ആ ചാപ്പൽ പണി ഉടനെ തുടങ്ങാൻ പോവുകയാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്തെ ബിൽഡിംഗാണ് മിഷൻ സെൻ്റർ. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, വളരെ പുരാതനമായ ബിൽഡിംഗ്. അതിൻ്റെ മെയിൻ്റനൻസ് പണികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അതും തുടങ്ങി അത് എല്ലാ സഭാവിഭാഗങ്ങൾക്കും ഉപയോഗിക്കാൻ സാധ്യമായി തീർന്ന ഒരു ക്യാമ്പ് സെൻ്ററായിട്ടും വില്ലേജിലെ മനുഷ്യർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ തക്കവണ്ണമുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെവോദോസ്യൂസ് തിരുമേനിയുടെ ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റിൻ്റെ ഒന്നാമത്തെ ഘട്ടമായിട്ട് നമ്മളത് തുടങ്ങിയിരിക്കുന്ന സംഗതിയാണ്. കാര്യം ഞാനിത് എടുത്തു പറയുന്നതിൻ്റെ കാരണം ഇതിനകത്തൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് സഹകരിച്ചിട്ടുള്ളവരായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. തെവോദോസ്യൂസ് തിരുമേനി ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സഹകരിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട് എന്നെനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ്. അതൊന്നും നിന്നു പോയിട്ടില്ല. ഈ കാലഘട്ടത്തിനനുസരിച്ച് മലങ്കര സഭയുടെ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനമായി മക്കോടിയ മിഷൻ അതെന്നും നിലനിൽക്കണമെന്ന്, ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കണമെന്നുള്ള ചിന്തയിൽ തന്നെ നമ്മളതിനെ രൂപപ്പെടുത്തുകയും എല്ലാ സഭകൾക്കും ഉപയോഗിക്കത്തക്ക തരത്തിലുള്ള ഒരു ക്യാമ്പ് സെൻ്ററായിട്ട്
ഒരു 100 പേരിൽ താഴെയുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ യൂത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒന്ന് സംഘടിപ്പിക്കാൻ, അവിടെ താമസിക്കാനും ഒരു 100 പേരുടെ ഒരു ചെറിയ ഗ്രൂപ്പിന് ക്യാമ്പായിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിയാൻ തക്കവണ്ണമുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പ് സെൻ്ററായിട്ട് അതിനെ രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമം എൻ്റെ പണികൾ തുടങ്ങി. അവിടെ തെയോദോസ് തിരുമേനിയുടെ കാലഘട്ടം മുതൽ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ലിനിക്കുണ്ട്. ഒരു MBBS ഡോക്ടറുമൊക്കെ ആയിട്ട് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്ലിനിക്ക്. പക്ഷെ ആ ക്ലിനിക്കിന് ഇപ്പോഴൊരു പരിമിതി ഉള്ളത്, നിങ്ങൾക്കറിയാമോ, നമ്മൾ 100 വില്ലേജുകളോളം മിഷൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ 100 വില്ലേജുകളിലോളം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വില്ലേജുകൾ തമ്മിൽ വില്ലേജ് റൈവലറി ഉണ്ട്. ഇപ്പോൾ ഇതൊരു വില്ലേജിലാണ് നിൽക്കുന്നത്. ആ വില്ലേജ് ബ്രിട്ടീഷുകാരുടെ ഫ്രണ്ട്സ് മിഷനറീസ് തുടക്കമിട്ടതാണ്. അവിടെ ആ വില്ലേജിലുള്ള ഭൂരിഭാഗം പേരും ക്രിസ്ത്യൻസ് ആംഗ്ലിക്കൻസാണ്. അപ്പം നമുക്ക് അവിടെ ഒരു ത്രെട്ടില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ത്രെട്ടില്ല. കാര്യം അവിടെ ഉള്ളവരെല്ലാം ക്രിസ്ത്യൻസാണ്. കഴിഞ്ഞ പ്രാവശ്യം ബാവാ തിരുമേനി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമായിരിക്കും. ബാവായെ പാട്ടുപാടി എതിരേറ്റത് ആ ലോക്കൽ ആ വില്ലേജിലെ ക്രിസ്ത്യൻസാണ്. നമ്മുടെ മിഷൻ സെൻറ്റർ നിൽക്കുന്ന സ്ഥലത്തെ ക്രിസ്ത്യൻസാണ് തിരുമേനിയെ പാട്ടുപാടി മിഷൻ സെൻറ്ററിലേക്ക് എതിരേറ്റത്. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് വില്ലേജ് റൈവലറി ഉണ്ട്. ഒരു വില്ലേജിലുള്ളവർക്ക് മറ്റേ വില്ലേജിലുള്ളവരെ കാണാൻ പാടില്ല. അപ്പോൾ ഈ ക്ലിനിക്ക് കാര്യക്ഷമമായിട്ട് എല്ലാ വില്ലേജുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ പ്രാക്ടിക്കലി. അപ്പോൾ അതിന് നമ്മൾ കണ്ടെത്തിയ പ്രതിവിധി എന്ന് പറയുന്നത്, വില്ലേജിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളവിടെ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. CBSE നിലവാരമുള്ള ഒരു സ്കൂളുണ്ട്. CBSE നിലവാരത്തിലുള്ള ഒരു സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഈ വില്ലേജിലെ കുട്ടികൾക്ക് വേണ്ടി, ഈ വില്ലേജുകളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ്. അവരെ വില്ലേജുകളിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന CBSE നിലവാരമുള്ള സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് ക്ലിനിക്ക് മാറ്റുകയാണ്. ആ ക്ലിനിക്കിൻ്റെ ബിൽഡിങ് തിരുമേനി വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത ദുബായ് പള്ളിയുടെ ആദ്യത്തെ വികാരിയാണ് KK പുന്നൂസച്ചൻ. അവർ വളരെ സന്തോഷപൂർവ്വം ആ ക്ലിനിക്കിൻ്റെ പണിയുടെ സ്പോൺസർ, ആ കെട്ടിടത്തിൻ്റെ പണി അവർ സ്പോൺസർ ചെയ്തു. അങ്ങനെ അതിൻ്റെ പണി അവിടെ സ്കൂൾ ക്യാമ്പസിലേക്ക് ക്ലിനിക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് തുടങ്ങി. അത് ഈ ബർത്ത് സെൻറ്റനറി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ബർത്ത് സെൻറ്റനറി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മസ്കറ്റും കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ. മസ്കറ്റും കുവൈറ്റുമാണല്ലോ കൽക്കട്ട ഭദ്രാസനത്തെ ഇത്രത്തോളം ശ്രേഷ്ഠമായ ഒരു ഭദ്രാസനമാക്കി വളർത്തിയെടുത്തത്. മസ്കറ്റ് ഇടവക സ്പോൺസർ ചെയ്ത ഒരു പ്രിൻറ്റിംഗ് പ്രസ് അവിടെ ഉണ്ട്, നമ്മുടെ അരമനയുടെ ക്യാമ്പസിലാണ് ഉള്ളത്. ആ പ്രിൻറ്റിംഗ് പ്രസ് അത് നമ്മൾ ഡയസിസിൻ്റെ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊന്ന് മാറ്റിയെടുക്കാനായിട്ടും, അങ്ങനെ പ്രിൻറ്റിംഗ് പ്രസ് അത് പുനരുദ്ധരിച്ച് അത് മോഡേൺ എക്യുപ്മെൻറ്റ്സ്, പ്രിൻറ്റിംഗ് എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങിച്ച് അതിൻ്റെയും പണി തുടങ്ങി. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി, പ്രിൻറ്റിംഗ് പ്രസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി, മെഷീനറിയൊക്കെ ഇനി പുതിയത് വരണം. അപ്പോൾ അങ്ങനെ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ സെൻറ്റ് തോമസ് പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ബൃഹത്തായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപപ്പെടുത്തി. അതും തെയോദോസ് തിരുമേനിയുടെ ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റായിട്ട് നമ്മൾ വിഭാവന ചെയ്ത് ഈ 2 മക്കോഡിയ മിഷൻ്റെയും ഇതും അതിപ്പം 1 വർഷം കൊണ്ടൊന്നും ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയില്ല, കുറേ സമയം എടുക്കും, ഗ്രാജുവലായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ താമസമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ശക്തമായിട്ടും ഭംഗിയായിട്ടും നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. കുവൈറ്റ് ഇടവകയാണ് ഇപ്പോൾ ഈ ഭദ്രാസനത്തെ വളർത്തേണ്ടത്. ആ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതും സ്മരിക്കപ്പെടേണ്ട, ഓർക്കേണ്ട സംഗതിയാണ്. അതോടൊപ്പം ചേർന്നുള്ള മൂന്നാമത്തെ തെയോദോസ് തിരുമേനിയുടെ ബർത്ത് സെൻറ്റനറി പ്രോജക്റ്റ് മൂന്നാമത്തെ സംഗതിയാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തിരുമേനി തുടങ്ങിയത് അവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് പ്രേക്ഷിത പ്രവർത്തകരെ, പ്രത്യേകിച്ചും സിസ്റ്റേഴ്സിനെ
ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു സെൻ്ററായിട്ടാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധിക്കുന്നില്ല. നമുക്ക് ആരെയും കിട്ടുന്നതുമില്ല. ഇതുവരെ ഇത് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സിസ്റ്റേഴ്സിനെ പോലും നമ്മുടെ കോൺവെൻറ്റിലേക്ക് വന്നിട്ടുമില്ല. ആരും വന്നിട്ടില്ല. ആരും അങ്ങനെ തിരുമേനി, നിങ്ങൾക്കറിയാം, തിരുമേനി എല്ലാ പള്ളികളിലും പോകുമ്പോൾ ഇതായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കണം എന്നുള്ളത് എല്ലാ പള്ളികളിലും എല്ലാ പ്രാവശ്യവും പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും നമ്മുടെ സഭയിലെ മനുഷ്യരുടെ കാഴ്ചപ്പാടും പിന്നെ ദമ്പതികൾ, കുഞ്ഞുങ്ങൾ ഭാരമാകുന്നു എന്നുള്ള തോന്നൽ കൊണ്ട് ഒന്നും ഒക്കെ ആയിട്ട് ചുരുങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേലയ്ക്കായിട്ട് വരാൻ ആരും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാഴ്ച, ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, വെക്കേഷൻ സമയത്ത് ഇവിടെയുള്ള സാധാരണ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലാംഗ്വേജ് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പ്രദേശത്തുള്ള അങ്ങനെയുള്ള ടീച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ സഭയുടെ, നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉപയോഗിക്കുന്ന ചർച്ച് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റിയെടുക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ അവിടെ കാണാം, അവിടെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതിസാധാരണ സ്റ്റിച്ചിങ് ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പള്ളിയിലെ തുണിത്തരങ്ങൾ, പള്ളിക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ, അച്ഛന്മാരുടെ വേഷങ്ങൾ, പള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റ് ഉപകരണങ്ങളൊക്കെ. ഇപ്പോൾ ഈ കോപ്റ്റിക് സഭയൊക്കെ, നമ്മുടെ ഈ ദിയസ്കോറോസ് തിരുമേനിയോട് ഇരിക്കുന്ന തിരുമേനിക്കറിയാം, എത്യോപ്യയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹമാണല്ലോ. എത്യോപ്യൻ സഭ എന്ന് പറയുന്ന ഒരു സാധു സഭയാണ്. പക്ഷേ എത്യോപ്യൻ സഭയിലൊരു വിസിറ്ററായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എത്യോപ്യൻ കുരിശ്, എത്യോപ്യൻ സഭയുടേതെന്ന് പറഞ്ഞ ഒരു കുരിശ് കൊടുക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ കത്തോലിക്കരുടെ സ്ഥാപനത്തിൽ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ സ്ഥിതി. നമുക്ക് അങ്ങനെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇതായിട്ടുള്ള, ഇത്രയും പൗരാണികമായ സഭയുടേതായിട്ടുള്ള ഈ സഭയുടേതെന്ന് പറയാനുള്ള സാധനങ്ങൾ, ചർച്ച് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് തുണിത്തരങ്ങൾ, മറ്റ് കുരിശുൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മുടെ KK ജോസഫ് അച്ഛനും പിന്നെ ഷാജി ഉണ്ട്, പിന്നെ ബിജി അവിടെ ഇരിക്കുന്ന ഇതിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ബിജി, ഇവർ 3 പേര്, അച്ഛനൂടെ ഉണ്ട്, പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, എല്ലാവരും ഒക്കെ ഉണ്ട്. അല്ല, പ്രധാനമായിട്ടും ഇതിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നവർ 3 പേരുമാണ്. അവരൊക്കെ കമ്മിറ്റിക്കാരാണ്. കുറപ്പിസ്കോപ്പ അച്ഛൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ട്. ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടാകണം. ഇന്നിപ്പോൾ കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വന്നിരിക്കുന്നവർ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ 2 പ്രസ്ഥാനങ്ങൾ നമ്മളത് തുടങ്ങി. ഈ ഉദ്ദേശം സാധിച്ചെടുക്കാൻ തേവദോസ് തിരുമേനിയുടെയും ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സംഗതിയാണ് ഈ സ്ഥാപനം. അപ്പം ഇവിടെ ഉള്ളവർ അതിനൊരു മുൻകൈയെടുത്ത് ഈ ഉദ്ദേശം സഫലീകരിക്കാൻ തക്കവണ്ണം സാധിക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്താൻ തക്കവണ്ണം ശ്രമിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. കുവൈറ്റിലെ 4 ഇടവകകൾ, മഹാ ഇടവക മലങ്കര സഭയുടെ തന്നെ വളരെ ശ്രദ്ധേയമായ ഇടവകയാണ്. ഏറ്റവും വലിയ മലങ്കര സഭയിലെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ, മലങ്കര സഭയിലെ ഏറ്റവും വലിയ സൺഡേ സ്കൂൾ, നമ്മുടെ കുവൈറ്റ് പഴയ പള്ളി, സെൻറ് തോമസ് അഹമ്മദി പഴയ പള്ളി, സെൻറ്റ് സ്റ്റീഫൻസും സെൻറ്റ് ബേസിൽ ചർച്ചിൻ്റെ വികാരി അച്ഛനിവിടെ, ഇപ്പോൾ അജു അച്ഛനിവിടെ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. കുവൈറ്റ് മഹാ ഇടവകയിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പർ തോമസ് കുരുവിള്ള സംബന്ധിക്കുന്നു. പഴയ അഹമ്മദി പഴയ പള്ളിയിൽ നിന്നുള്ള സോജി പോൾ വർഗീസ് സംബന്ധിക്കുന്നു. മറ്റു വൈദികരൊക്കെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും, സത്യത്തിൽ ഇതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി, ഇന്നത്തെ ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി ഈ വൈദികരും അവിടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടെ ഇതിപ്പോൾ കൂടുന്നത്. അവിടെ നിന്ന് എല്ലാവർക്കും ഒന്നും വന്ന് സംബന്ധിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിലും അടുത്ത വർഷം നമ്മളിത് തുടങ്ങുമ്പോൾ കുവൈറ്റിലെ എല്ലാ ഇടവകങ്ങളും അവധിക്ക് വരുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും കൂടെ സംബന്ധിക്ക തരത്തിൽ ഒരു നല്ല സമ്മേളനമായിട്ട് രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. കുവൈറ്റ് ഇടവകയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരും അവിടെ ഉള്ളവരും
നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് തെവോദോസ്യോസ് തിരുമേനി എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാര്യം അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ സഭ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നോർത്ത് ഇന്ത്യയുടെ മിഷനെ പറ്റിയും നോർത്ത് ഇന്ത്യൻ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയും ഇത്രയും ഗഹനമായി ചിന്തിച്ച് അതിനുവേണ്ടി കാര്യങ്ങളെ രൂപപ്പെടുത്തിയ ഒരു മനുഷ്യൻ വേറെയില്ല. അവിടെ നിങ്ങൾക്കറിയാമല്ലോ, തിരുമേനിയുടെ സ്ഥലമാണ് ഇവിടെ. തിരുമേനി കബറടങ്ങിയത് ഇവിടെയാണെങ്കിൽ ഈ മനുഷ്യരെല്ലാം അദ്ദേഹത്തിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കുകയും ഈ കാര്യങ്ങളൊക്കെ വലിയൊരു ഇതായിട്ട് വരും. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ആ മണ്ണിന് വേണ്ടിയാണ് താനെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്നെ ദൈവം വിളിച്ചത് ആ മണ്ണിന് വേണ്ടിയാണെന്നുള്ളത്, നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയാണെന്ന്, നോർത്ത് ഇന്ത്യയുടെ ആ മണ്ണിന് വേണ്ടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആ മണ്ണിൻ്റെ ഭാഗമായി മാറുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ആ മണ്ണിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൻ്റെ ഭാഗമായി ആ ജീവിതം അലിഞ്ഞു ചേർന്ന് അതിനുവേണ്ടി ആ ജീവിതം പൂർത്തീകരിച്ച ഒരു പുണ്യവാനായ പിതാവാണ് തെവോദോസ്യോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ പ്രയത്നിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുകൊണ്ട് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പള്ളികളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളോട് എല്ലാവരോടും പറയുന്നതാണ്, പ്രത്യേകിച്ച് ഈ തിരുമേനിയുമായുടെ ഈ ബർത്ത് സെൻറ്റിനറി പ്രോജക്റ്റ് അതെല്ലാ കാലവും നിലനിൽക്കത്തക്കവണ്ണം എല്ലാവരും അവരവരാൽ താകുന്ന രീതിയിൽ അതിൽ പങ്കാളികളാകണം എന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം അത് തെവോദോസ്യോസ് തിരുമേനിയെ സ്മരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കർമ്മമാണ്, ദൗത്യമാണ്, അതൊരു പുണ്യമാണ്. കാര്യം അദ്ദേഹം ജീവിച്ചത് നോർത്ത് ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ആ ഭദ്രാസനം അതിനു വേണ്ടിയാണ് രൂപപ്പെടുത്തിയത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ രൂപപ്പെടുത്തിയെടുത്തത് അങ്ങനെയാണ്. ആ ദൗത്യം ഇപ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ നമ്മൾ അത് വിസ്മരിച്ച് പോകുവാൻ